കവാസാക്കിയുടെ KLX 230 ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വണ്ടിയുടെ ലോഞ്ച് ഇൻഫർമേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വണ്ടി ഒരുപാട് മുമ്പ് തന്നെ ഇന്ത്യയിലേക്ക് സ്പോട്ട് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിങ്ങിലൊക്കെ. വണ്ടിയുടെ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പം പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ നോക്കാം. വണ്ടിയുടെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതൊരു പക്ക ഡുവൽ സ്പോട്ട് മോട്ടോർ സൈക്കിളാണ് കവാസാക്കിയുടെ. ഹീറോൻ്റെ പഴയ ഇമ്പൾസ് പോലെയാണ് ഏകദേശം ലുക്കൊക്കെ കാണാൻ പോകുന്നത്. നല്ലൊരു അടിപൊളി ലുക്കിലാണ് വണ്ടി വന്നിട്ടുള്ളത്. ഈ ഒരു ബൈക്ക് ഇന്ത്യയിലില്ലെങ്കിലും ബാക്കിയുള്ള രാജ്യത്തൊക്കെ വണ്ടി അവൈലബിൾ ആണ്. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഇമ്പൾസിന്റെ എക്സ്പൾസിന്റെ പോലെ തന്നെ വലിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈൻ കാണുമ്പോൾ തന്നെ വണ്ടിന്റെ ഏകദേശം ആ ഒരു ക്യാരക്ടർ മനസ്സിലാവും. ഇതൊരു പക്ക ഡുവൽ സ്പോട്ട് മോട്ടോർ സൈക്കിളാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ബൈക്ക് ഇല്ല എന്ന് വേണ്ടിക്ക് പറയാം. എക്സ്പൾസ് ഉണ്ട്, പക്ഷേ എക്സ്പൾസ് ഒരിക്കലും ഒരു ഡുവൽ സ്പോട്ട് മോട്ടോർ സൈക്കിളായിട്ട് കാണാൻ പറ്റില്ല. ഇമ്പൾസ് നമുക്ക് വേണ്ടി അങ്ങനെ കാണാം. പിന്നുള്ളത് ഹോണ്ടൻ്റെ CRF 300L ആണ്. ആ ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടൈപ്പിലേക്ക് മാറും. ഈ ഒരു ബൈക്കിന് ഫ്രണ്ടിൽ ഒരു ടെലിസ്കോപ്പി ഫോർക്കായിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത്. നല്ലൊരു സസ്പെൻഷൻ ട്രാവൽ ഉള്ളൊരു ടെലിസ്കോപ്പി ഫോർക്കായിരിക്കും. നമുക്കറിയാം ഇതൊരു കവാസാക്കിയുടെ മോഡൽ ആയതുകൊണ്ട് തന്നെ കവാസാക്കിയുടെ സിംഗിൾ സെൻറ്റർ മോഡലിൽ ഇപ്പം നിലവിൽ ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ, W175. അതിനുശേഷം കൊണ്ടുവരാൻ പോകുന്ന ബൈക്കാണിത്. പരമാവധി പ്രൈസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കൺട്രോൾ വെച്ചിട്ട് വേണം ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ. കാരണം നമ്മൾ എക്സ്പൾസ് അവിടെ ഒരു സ്ഥാനം പിടിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കട്ടിങ് വണ്ടീൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. UST ഫോർക്കിന് പകരം ഒരു ടെലിസ്കോപ്പി ഫോർക്കായിരിക്കും ഫ്രണ്ടിൽ വരാൻ പോകുന്നത്. ബാക്കിൽ ഒരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ഇന്ത്യൻ മോഡൽ ആയതുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് കൺട്രോൾ അവർ വരുത്തിയിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് 843 mm ആണ്. 239 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. എക്സ്പൾസിനും കാട്ടിയും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഈ ഒരു KLX 230 അമേരിക്കൻ മോഡലിന് ഏകദേശം 133 kg വെയിറ്റ് വരുന്നുണ്ട്. ഇന്ത്യൻ മോഡലിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 140 kg എടുക്കും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഇത്. നമ്മൾ എക്സ്പൾസിനെ കാട്ടിയും ഏകദേശം ഒരു 15 kg കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം എല്ലാവർക്കും അറിയായിരിക്കും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ ബൈക്കിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വണ്ടി എങ്ങനെ വേണ്ടിക്ക് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. ഏത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒറ്റയ്ക്ക് വേണ്ടിക്ക് ഒരു മലയും കുന്നൊക്കെ കയറാൻ പറ്റും. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് കുറച്ചിട്ട് അവർ ഇറക്കുന്നത്. ഇനി വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 223 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 2 വാൽവ് എഞ്ചിനാണ്. 20 bhp പവറും 19 Nm ടോർക്കും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കവാസാക്കിയുടെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനുള്ള മോഡലൊന്നുമല്ല. ഇത് നമ്മൾ എക്സ്പൾസിനൊക്കെ ഡയറക്റ്റ് കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പവർ മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബൈക്കിൻ്റെ കറക്റ്റ് കോമ്പറ്റേഷൻ വരുന്നത് എക്സ്പൾസ് തന്നെയാണ്. എക്സ്പൾസിന് ഇപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു കോമ്പറ്റേറ്റർ ഇല്ല. അപ്പോൾ ഈ ഒരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാം. എന്ത് പറഞ്ഞാലും വണ്ടീൻ്റെ പ്രൈസിങ്ങിലാണ് എല്ലാ കാര്യമുള്ളത്. അപ്പോൾ പ്രൈസ് പരമാവധി നല്ല രീതിക്ക് കൊടുത്താൽ മാത്രമേ ആൾക്കാർ വണ്ടി വാങ്ങുള്ളൂ. ഈ ഒരു ബൈക്കിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 2 ലക്ഷത്തിന് താഴെയാണ്. പരമാവധി പ്രൈസ് കുറച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഇനി വണ്ടീൻ്റെ ലോഞ്ച് ഇൻഫർമേഷൻ നോക്കുവാണെങ്കിൽ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വണ്ടി ലോഞ്ച് ചെയ്യും. ഒക്ടോബർ ലാസ്റ്റിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്.